ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സത്തൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സത്തൻ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചട്നി റെസിപ്പിയാണ്. അപ്പോൾ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിലക്കടല ഉണ്ടല്ലോ, അതായത് നമ്മുടെ പീനട്ട്, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചട്നി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്, അതായത് നിലക്കടല എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതാണെങ്കിൽ 1/4 കപ്പ് എടുത്താൽ മതിയാവും. ഇത് ഏകദേശം ഒരു പിടിയുണ്ട്. അതേപോലെ തന്നെ ഒരു 4 വറ്റൽമുളക്. അപ്പോൾ ഇതിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിന് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്കടല ഞാൻ റോസ്റ്റ് ചെയ്യാത്ത നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ തൊലി താല്പര്യമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്തിട്ട് ചട്നി ഉണ്ടാക്കാം. ഇനി ഇതെന്തായാലും നമുക്കിനി ഒന്ന് റോസ്റ്റ് ചെയ്യണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. പാനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമുക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഒരു ബ്ലാക്ക് കളർ ആവുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും കറുപ്പ് കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ചെറുതായിട്ട് കറുപ്പ് കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ ഉണക്കമുളക് ഏകദേശം ചെറുതായിട്ട് കറുപ്പ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ നിലക്കടല ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ പാനിനകത്തുള്ള എണ്ണയൊക്കെ മതിയാവും. ഇനി നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്ന പാകം വരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്ത നിലക്കടല ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് എടുക്കാം. നിലക്കടല റോസ്റ്റ് ചെയ്തത്, അതായത് ഉപ്പിട്ടിട്ട് റോസ്റ്റ് ചെയ്ത നിലക്കടല കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ കുറിക്കാനൊക്കെ എടുക്കുന്ന നിലക്കടല ഉണ്ടല്ലോ അത്. അപ്പോൾ അത് എടുക്കുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഉപ്പിൻ്റെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം ചട്നി അരച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് റോസ്റ്റ് ചെയ്യാത്തതാണ്, അതുകൊണ്ട് ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിലക്കടല റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെറിയ തീയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോവും. ആ ഒരു നിലക്കടല റോസ്റ്റായി കിട്ടില്ല, പക്ഷേ തൊലിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്, ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണുള്ളത്, അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ നിലക്കടലയൊക്കെ ഏകദേശം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തനിയെ വിട്ട് വരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൽ തന്നെ വെക്കാൻ പാടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കരിഞ്ഞു പോകും ചൂടിന്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിലക്കടല നമുക്ക് മുഴുവനായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോൾ അതിന് ആവശ്യാനുസരണം നിങ്ങൾ എടുത്താൽ മതിയാവും ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ എളുപ്പമായിരിക്കും രാവിലെയൊക്കെ ചട്നി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ താല്പര്യം ഏതാണോ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചട്നി അരക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല നമ്മളൊരു മിക്സി ജാറിനകത്തേക്ക് എടുക്കാം. ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ, തൊലി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതാണെങ്കിലും എടുക്കാം, ഏകദേശം ഒരു പിടി മതിയാവും. ഒരുപാട് തേങ്ങ എടുക്കരുത്, അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോവും ചട്നിയുടെ. ഇപ്പോൾ പീനട്ടിൻ്റെ, അതായത് നിലക്കടയുടെ ടേസ്റ്റ് വേണം മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വെളുത്തുള്ളിയാണ് വേണ്ടത്. അപ്പോൾ ഈ വെളുത്തുള്ളിക്ക് അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു കഷ്ണം മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെളുത്തുള്ളി എടുക്കുമ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് അതും എടുക്കാം. നമുക്ക് ഈ ചട്നി പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പല ടൈപ്പിലുള്ള പീനട്ട് ചട്നി ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ രീതിയിലുള്ള പീനട്ട് ചട്നി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. ഞാൻ സമയം കിട്ടുമ്പോഴേ ഞാനത് വീഡിയോ ഉണ്ടാക്കി കാണിച്ചു തരാം. പിന്നെ ഇതിനകത്തേക്ക് പുളിയാണ് ചേർക്കുന്നത്. പുളി ഒരു ചെറിയ കഷ്ണം വേണം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചട്നി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ പോവുകയാണ്.
ഇതാ ഞാനിപ്പോൾ നല്ല കട്ടിയിലാണ് ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. അല്ലെ ഇതുപോലെ തിക്കായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യുക. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിന് താളിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കൂടെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് താളിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് താളിച്ചത് ഇതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ചട്നി, അതായത് നിലക്കടല കൊണ്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്